ഇസ്രായേൽ ഇറാന്റെ മണ്ണിലേക്ക് അയക്കുന്ന ഓരോ യുദ്ധക്കോപ്പുകൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഇറാന്റെ സഖ്യശക്തികൾ സജ്ജമാണ് എന്നും ഈ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനോ അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കോ സാധിക്കില്ല എന്നും വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തുന്ന നീക്കങ്ങൾ മേഖലയിലെ യുദ്ധഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് വികസിക്കുന്നത്. ഇസ്രായേൽ നേരിട്ട് ഇറാന് നേരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ലെബനൻ, യമൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സായുധ ഗ്രൂപ്പുകൾ ഒരേ സമയം ആക്രമണം അഴിച്ചുവിടുന്ന തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന് നേരെയുണ്ടായ ആഘാതങ്ങൾക്ക് പകരമായി ഈ ഗ്രൂപ്പുകൾ നടത്തുന്ന മൾട്ടി ഫ്രണ്ട് യുദ്ധം തടയാൻ നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് പരിമിതിയുണ്ട് എന്ന് സൈനിക നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണവും ചെങ്കടലിലെ ഹൂത്തികളുടെ സാന്നിധ്യവും ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് എന്ന തിരിച്ചറിവ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഘടകവുമാണ്. ഇറാന്റെ മണ്ണിലെ ഓരോ സ്ഫോടനത്തിനും പകരമായി മേഖലയിൽ ഉടനീളമുള്ള ശത്രുതാവളങ്ങളിൽ തീ പടരുമെന്ന മുന്നറിയിപ്പാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഈ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ ഒരേ സമയം പ്രയോഗിക്കപ്പെടുമ്പോൾ അത് താങ്ങാൻ ഇസ്രായേലിന്റെ സൈനിക ശേഷിക്ക് കഴിയില്ല എന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചം അവർ ദശകങ്ങളായി വളർത്തിയെടുത്ത പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സായുധ ഗ്രൂപ്പുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂത്തികൾ എന്നിവർ കേവലം പ്രാദേശിക സായുധ സംഘങ്ങളല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യത്തിന്റെ അതിർത്തികൾക്ക് പുറത്ത് ശത്രുക്കളെ നേരിടാൻ ശേഷിയുള്ള കരുത്തുറ്റ പോരാളികൾ തന്നെയാണ് അവർ. അമേരിക്കൻ ആധിപത്യത്തിന് അടിയറവ് പറയാത്ത, ഇസ്രായേലിന്റെ ഹുങ്കിനെ മാനിക്കാത്ത ഇറാന്റെ പടയാളികൾ. ഇറാൻ ഇസ്രായേലിന് ഭീഷണിയാകാനുള്ള പ്രധാന കാരണവും ഇവർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഇറാനും ഈ പടയാളികളും അവർക്കെതിരെ ആയുധമെടുക്കുക പതിവായിരുന്നു. ഇറാനെതിരെ നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തിന് അമേരിക്കയോ സഖ്യകക്ഷികളോ മുതിരുകയാണ് എങ്കിൽ ഈ വിഭാഗങ്ങൾ നടത്തുന്ന സംയുക്തമായ തിരിച്ചടി പശ്ചിമേഷ്യയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന കാര്യത്തിലും സംശയമില്ല. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതും. ഹിസ്ബുള്ളയുടെ പങ്കാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ ആയുധ ശേഖരമുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ഇറാന്റെ ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങളുടെ കുന്തമുനയായ ഹിസ്ബുള്ളയ്ക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിക്കുന്ന 10,000-കണക്കിന് മിസൈലുകൾ കൈവശമുണ്ട്. ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള തുറക്കുന്ന യുദ്ധമുഖം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തും. ഇത് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുകയും അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹമാസ് ഗാസയിൽ നടത്തുന്ന പ്രതിരോധം ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ തളർത്തുന്നതിനോടൊപ്പം അറബ് ലോകത്ത് അമേരിക്കയ്ക്കെതിരായ വികാരം വളർത്താനും സഹായിക്കുന്ന കാര്യമാണ്. അടുത്തത് ഹൂത്തികളാണ്. അതായത് യമനിലെ ഹൂത്തികൾ മറ്റൊരു പ്രധാന ശക്തിയായി മാറിയിട്ടുണ്ട്. ചെങ്കടലിലൂടെയുള്ള ആഗോള ചരക്കു നീക്കത്തെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ളവരാണ് ഹൂത്തികൾ എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഹൂത്തികൾ രംഗത്തിറങ്ങിയാൽ ആഗോള എണ്ണ വിപണിയെയും അതുപോലെ സാമ്പത്തിക വ്യവസ്ഥയെയും അത് നേരിട്ട് ബാധിക്കും. ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് സൗദി അറേബ്യയിലെയും UAE-യിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യം വെക്കാൻ ഇവർക്ക് സാധിക്കും, അതും അനായാസം. ഇത് അമേരിക്കയ്ക്ക് ഈ മേഖലയിലുള്ള സാമ്പത്തിക മേധാവിത്വത്തിന് കനത്ത ആഘാതം ഏൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയം ഒട്ടുമില്ല. ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ കൂടി ഈ പോരാട്ടത്തിൽ ചേരുന്നതോടെ പശ്ചിമേഷ്യ മുഴുവൻ ഒരു യുദ്ധക്കളമായി മാറും. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം ആക്രമണം ഉണ്ടാകുന്നത് പ്രതിരോധിക്കുക അമേരിക്കൻ സൈന്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇറാന്റെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ അല്ലാതെ തന്നെ ഈ ഗ്രൂപ്പുകൾ വഴി ഒരു നിഴൽ യുദ്ധം, അതായത് പ്രോക്സി വാർ നടത്താൻ ഇറാന് അനായാസം സാധിക്കും. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടവും അതുപോലെ ജീവഹാനി വരുത്തി വെക്കുന്ന
ഒന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഇറാന്റെ ഒരു രണ്ടാം സൈന്യമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇറാനെ തൊടുന്നത് ഈ വിഭാഗങ്ങളെ കൂടി ഉണർത്തുന്നതിന് തുല്യമാണെന്ന് അമേരിക്കയും കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവരത് ചെയ്തത് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കാൻ ഈ ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങുന്നത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തെയും അതുപോലെ ആഗോള ശക്തി സമവാക്യങ്ങളെയും പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇറാൻ പടുത്തുയർത്തിയ ഈ പ്രതിരോധ നിര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറികടക്കാൻ പ്രയാസമുള്ള ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. യുദ്ധതന്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇറാൻ പടുത്തുയർത്തിയ ഈ ശൃംഖലയെ അസിമെട്രിക് വാർഫെയർ അഥവാ അസമമായ യുദ്ധമുറയുടെ മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അമേരിക്കയെ പോലെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു വൻ ശക്തിയെ നേരിടാൻ ഇറാൻ സ്വന്തം സൈന്യത്തെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ശത്രുവിന്റെ ശ്രദ്ധ പലയിടങ്ങളിലേക്ക് ചിതറിക്കുക എന്ന തന്ത്രമാണ് പാറ്റുന്നത്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഈ തന്ത്രത്തിലെ പ്രധാന കരുക്കളാണ്. ഇറാനെതിരെ ഒരു നീക്കമുണ്ടായാൽ ഒരേ സമയം ലെബനൻ, യമൻ, ഇറാഖ്, സിറിയ എന്നീ 4 ഭാഗങ്ങളിൽ നിന്നും അമേരിക്കൻ താല്പര്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കും. ഇത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും യുദ്ധത്തിന്റെ ചിലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിലും ഇവിടെ യാതൊരു സംശയവും വേണ്ട. സാമ്പത്തികമായ ആഘാതമാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വശം. ഹൂതികൾ ചെങ്കടലിലും ബാബ് അൽ മദൻ കടലിടുക്കിലും നടത്തുന്ന ഇടപെടലുകൾ ആഗോള ചരക്കു നീക്കത്തിന്റെ 10% തടസ്സപ്പെടുത്താൻ ശേഷിയുള്ളതാണ്. ഇറാനെ സഹായിക്കാൻ ഹൂത്തികൾ സജീവമായാൽ ലോകത്തെ ഇന്ധനവില കുതിച്ചുയരുകയും യൂറോപ്പിലെയും ഏഷ്യയിലേക്കുമുള്ള വ്യാപാര ശൃംഖലകൾ തകരുകയും ചെയ്യും. ഇത് അമേരിക്കയ്ക്ക് മേൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ ഇറാനെ സഹായിക്കും. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാൻ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നത് വഴി യുദ്ധം ഇറാന്റെ മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുവിനെ അവരുടെ താവളത്തിൽ വെച്ച് തന്നെ തളയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ ഇറാനിലേക്ക് അമേരിക്ക കടന്നു വന്ന സാഹചര്യത്തിൽ ഇവർ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഹിസ്ബുള്ളയുടെ പക്കലുള്ള ഭൂഗർഭ തുരങ്ക ശൃംഖലകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടാൽ അത് അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കും. എന്നാൽ ഇത്തരമൊരു നീണ്ട യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ ആഭ്യന്തര രാഷ്ട്രീയത്തിനും ഗുണകരമാകില്ല എന്ന് അമേരിക്കയ്ക്കും കൃത്യമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഇറാനെതിരെയുള്ള ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിയിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. നിലവിൽ യുദ്ധം ആഗതമായിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ അമേരിക്ക ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തയ്യാറാകാത്തതിന്റെ ഒരു കാരണം ഈ സായുധ ഗ്രൂപ്പുകൾ തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ പ്രധാനമായും അവരുടെ സങ്കീർണമായ മിസൈൽ കരുത്തിലും അതുപോലെ തന്നെ മേഖലയിലെ സഖ്യശക്തികളുടെ ഏകോപിതമായ നീക്കങ്ങളിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷമുള്ള പുതിയ സാഹചര്യത്തിൽ രാജ്യം മൊസൈക് ഡിഫൻസ് എന്നറിയപ്പെടുന്ന വികേന്ദ്രീകൃത സൈനിക രീതിയാണ് പിന്തുടരുന്നത്. കേന്ദ്ര ഭരണകൂടത്തിന് ആഘാതമേറ്റാലും ഓരോ പ്രവിശ്യയിലെയും സൈനിക കമാൻഡർമാർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും തിരിച്ചടിക്കാനും സാധിക്കുന്ന ഈ രീതി ഇറാന്റെ പ്രതിരോധത്തിന്റെ കൂടുതൽ കരുത്താകുന്നുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഓപ്പറേഷൻ 2 പ്രോമിസ് 4 എന്ന പേരിൽ വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും ചാവേർ ഡ്രോൺ പ്രയോഗങ്ങളും ഇറാൻ നടത്തിവരുന്നു. ഇതിനൊപ്പം തന്നെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാൻ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുത്തുന്ന തന്ത്രവും ഇറാൻ സൈന്യം പയറ്റുന്നുണ്ട്. ഇറാന്റെ ഈ പ്രതിരോധ നിരയിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന വിവിധ പ്രോക്സി ഗ്രൂപ്പുകളാണ്. ലെബനിലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കുകയും അവരെ 2 മുന്നണികളിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. യമനിലെ ഹൂത്തികൾ ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മേഖലയിലെ ചരക്ക് നീക്കം സ്തംഭിപ്പിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ ദൂരെയുള്ള നഗരങ്ങളിലേക്ക് ലോങ് റേഞ്ച് മിസൈലുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലിഷ്യകൾ അവിടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കൻ ഇടപെടലുകളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഈ ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തുന്ന
മൾട്ടി ഫ്രണ്ട് ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. സൈബർ ലോകത്തും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ശത്രു രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിച്ച് ഇസ്രായേലിനെ വളയാനുള്ള നീക്കം തന്നെയാണ് ഇറാൻ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഇറാന്റെ മണ്ണിലേക്ക് പോയി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ വിമർശിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.